ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ ഓവനോ ബീറ്ററോ ഒന്നുമില്ലാതെ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ആക്കിയെടുക്കാൻ പറ്റാവുന്ന ഒരു സ്പോഞ്ചാണ് കാണിക്കാൻ പോകുന്നത്. അതായത് വനില സ്പഞ്ചാണ്. നമ്മുടെ കേക്കിനൊക്കെ ബേസായിട്ട് യൂസ് ചെയ്യുന്ന വനില സ്പഞ്ചാണ് ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്. വളരെ സോഫ്റ്റാണ്, കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. വീട്ടിൽ തന്നെ നമുക്കിതെങ്ങനെയാണ്, ബീറ്ററില്ലെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട, അതുപോലെ ഓവൻ ഇല്ലാത്തവരും വിഷമിക്കേണ്ട. ഞാൻ ചെയ്യുന്ന ഈ രീതിയിലൂടെ നിങ്ങൾ ചെയ്താൽ മതിയാകും. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള വനില കേക്ക് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇതിലേക്കായി നമുക്ക് 1 കപ്പ് മൈദയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. 1 കപ്പ് മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയല്ല, അതുപോലെ 1/4 ടീസ്പൂണിൻ്റെ പകുതി അളവ് ഉപ്പാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ചേർത്ത് നമ്മൾ നന്നായിട്ട് ഒരു അരിപ്പയിലൂടെ 3 പ്രാവശ്യം അരിച്ച് മാറ്റി വയ്ക്കണം. പിന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് 4 കോഴിമുട്ട, അതായത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതോടുകൂടി എടുത്ത് ഒഴിക്കരുത്. നമ്മൾ റൂം ടെമ്പറേച്ചറിൽ, അതായത് ഫ്രിഡ്ജിൽ നിന്ന് നമ്മൾ തണുപ്പ് മാറ്റിയതിന് ശേഷം വേണം എടുക്കാൻ വേണ്ടിയിട്ട്. റൂം ടെമ്പറേച്ചറിലുള്ള 4 മുട്ട ഒരു മിക്സിയുടെ ജാറിൽ പൊട്ടിച്ചൊഴിക്കുക. മിക്സിയുടെ ജാറിൽ പ്രത്യേകിച്ച് നനവൊന്നും ഉണ്ടായിരിക്കരുത്, നല്ല വൃത്തിയായിട്ടുള്ള ജാറായിരിക്കണം. പിന്നെ അതുപോലെ 1/4 കപ്പ് പഞ്ചസാര, ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയും ഇട്ട് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ച് 2-3 പ്രാവശ്യം ഒന്ന് കറക്കിയെടുക്കുക. നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം 1/4 കപ്പ് എണ്ണ, സൺഫ്ലവർ ഓയിൽ 1/4 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് അതുപോലെ 1-2 പ്രാവശ്യം നിർത്തി അടിച്ചെടുക്കണം. ശേഷം നനവില്ലാത്ത ഒരു ബൗളെടുത്ത് അതിലേക്ക് നമ്മൾ മുട്ടയും പഞ്ചസാരയും വനില എസൻസും കൂടി ചേർത്ത് അടിച്ച് പതപ്പിച്ച ആ മുട്ടയുടെ കൂട്ടൊന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ 3 പ്രാവശ്യം അരിച്ച് വെച്ചിരുന്ന മാവും ഡ്രൈ ഇൻഗ്രീഡിയൻസ്, അതായത് മാവ്, ബേക്കിംഗ് പൗഡർ, സാൾട്ട്, ഇത്രയും നമ്മൾ അരിച്ച് വെച്ചത് 3 പ്രാവശ്യമായിട്ട് ഈ കൂട്ടിലേക്ക് ആഡ് ചെയ്യണം. അത് ഫസ്റ്റ് പ്രാവശ്യം നമ്മൾ കുറച്ച് ആഡ് ചെയ്തിട്ട് ഒരു സൈഡിലോട്ട് തന്നെ അത് നന്നായിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. 2 സൈഡോട്ടും ചെയ്യാൻ പാടില്ല. ചെയ്യുമ്പോൾ എപ്പോഴും ഒരു സൈഡോട്ട് ചെയ്യുക. പതിയെ നമ്മൾ ആ മാവ് ഒന്ന് ഫോൾഡ് ചെയ്ത് എടുത്തതിന് ശേഷം അടുത്തത് കൂടി 1-2 പ്രാവശ്യമായിട്ട് ആ മാവ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഈ ഫോൾഡ് ചെയ്യുന്ന ബാറ്റർ തിക്കാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ 2 സ്പൂണ് പാല്, അതായത് അതും റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം. 2 സ്പൂണല്ല, 2 ടേബിൾ സ്പൂൺ പാലെടുക്കാം. 2 ടേബിൾ സ്പൂൺ പാല് കൂടി ചേർത്ത് നന്നായിട്ടിത് ഫോൾഡ് ചെയ്ത് നല്ല രീതിക്ക്, കട്ടകളില്ലാത്ത രീതിക്ക് വളരെ സാവധാനം ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഒരു 7 ഇഞ്ചിൻ്റെ കേക്ക് ട്രേ എടുത്ത്, കേക്ക് ടിന്ന് അതെടുത്ത് അതിൽ നമ്മൾ ഓയിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് അതിലേക്കൊരു ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് വെച്ച് അതിലോട്ടാണ് ഈ ബാറ്റർ ഒഴിക്കേണ്ടത്. അപ്പോൾ ഈ ചെയ്യുന്നത് വന്നിട്ട് 1 കിലോത്തിൻ്റെ സ്പഞ്ച്, അതായത് 1 കിലോത്തിൻ്റെ കേക്കിന് വേണ്ടിയിട്ടുള്ള സ്പഞ്ചാണ് ഞാനിപ്പോൾ കാണിച്ച ഈ അളവ്. ഇനി ഇതിലേക്ക് നമ്മൾ ബാറ്റർ ഒഴിച്ച് കൊടുത്ത് നമ്മൾ സ്റ്റൗ ടോപ്പിൽ വെച്ചാണ് ഇപ്പോൾ ഇത് നമ്മൾ ബേക്ക് ചെയ്യാൻ പോകുന്നത്, ഓവനിലല്ല. അപ്പോൾ സ്റ്റൗ ടോപ്പിൽ നമുക്ക് പഴയ ഏതെങ്കിലും പാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഈ ബാറ്റർ 2-3 പ്രാവശ്യം തട്ടി കൊടുക്കുന്നത് ഇതിനുള്ളിലെ എയർ ബബിൾസ് പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇങ്ങനെ ഒരു സെറ്റപ്പിൽ നമുക്ക് സ്റ്റൗ ബേസിൽ, അതായത് സ്റ്റൗ ടോപ്പിൽ വെച്ച് തന്നെ ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഒരു 45 മിനിറ്റ് വരെ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. 45 മിനിറ്റ് ആകുമ്പോൾ കേക്കിന് നല്ല ഒരു മണം വരും. അപ്പോൾ കേക്ക് ബേക്കായെന്ന് നമുക്ക് വിചാരിക്കാം. അപ്പോൾ നമ്മളത് തുറന്നിട്ട് ഒരു സ്ക്യൂറോ ഒരു ടൂത്ത് പിക്കോ കൊണ്ടൊന്ന് കുത്തി നോക്കാവുന്നതാണ്. അപ്പോൾ സ്റ്റിക്കിൽ ഒട്ടി പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് റെഡിയാണ്. സ്റ്റിക്കിൽ ഒട്ടി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ കേക്ക് റെഡിയായില്ലെന്നാണ് മീനിങ്. അപ്പോൾ അത് ഒന്നുകൂടി നോക്കി പാകത്തിന് വെന്ത് വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കുക. ഈ കേക്കൊന്ന് തണുത്തതിന് ശേഷം നമ്മളിതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാവുന്നതാണ്. കണ്ടില്ലേ എത്ര സ്പഞ്ചി ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളതെന്നറിയാമോ? ബീറ്റർ വെച്ച് ചെയ്യുന്നതിനെ പോലെ തന്നെ നമുക്ക് മിക്സിയുടെ ജാറിൽ വെച്ച് ഇത് ചെയ്തെടുത്തിട്ടുള്ളതാണ്.
അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ബീറ്റർ വെച്ച് ചെയ്യുന്നത് കണക്ക് തന്നെ നല്ല സ്പഞ്ചി ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.